ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചകളാണല്ലോ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതാവും കോൺഗ്രസ് പ്രസിഡന്റുമായ ശ്രീ മല്ലികാർജുന ഖാർഗെ അതിനൊരു ഉത്തരം നൽകിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപാണ് NDAയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യ സഖ്യവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. ബി സുദർശൻ റെഡ്ഡി ഹൈദരാബാദ് സ്വദേശിയാണ് അദ്ദേഹം. ഇന്ത്യ സഖ്യത്തിന്റെ നേതാവും കോൺഗ്രസ് പ്രസിഡന്റുമായ ശ്രീ മല്ലികാർജുന ഖാർഗെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹത്തിന്റെ വസതിയിൽ ചേർന്ന ഇന്ത്യ സഖ്യം നേതാക്കളുടെ യോഗമാണ് ഈ തീരുമാനത്തിൽ എത്തിയത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. പല പ്രമുഖരുടെ പേരുകളും പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും അവസാനം ശ്രീ സുദർശൻ റെഡ്ഡിയിലേക്ക് എത്തുകയായിരുന്നു. സുദർശൻ റെഡ്ഡി 1946 ജൂലൈ 8 ആന്ധ്രാപ്രദേശിലാണ് സുദർശൻ റെഡ്ഡിയുടെ ജനനം. 1971 ഹൈദരാബാദ് ബാർ കൗൺസിൽ അഭിഭാഷകനായി ചേർന്നു. 1988 മുതൽ 90 വരെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകനായും 1990 6 മാസത്തോളം കേന്ദ്ര സർക്കാരിന്റെ അധിക ഉപദേഷ്ടാവായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1995 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ സ്ഥിരം ജഡ്ജിയായി. 2005 ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായി. പിന്നീട് 2007 മുതൽ 2011 വരെ സുപ്രീം കോടതി ജഡ്ജിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഉള്ള മത്സരം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. മത്സരം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇനി തർക്കങ്ങളില്ല. കാരണം ഇന്ത്യ മുന്നണിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, NDAയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇനി അതിന്റെ നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത്. കാരണം നോമിനേഷൻ കൊടുക്കലും പ്രചരണവും കാര്യങ്ങളും ഒക്കെയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട് വരാനുള്ളത്. ഇന്ത്യ വോട്ടവകാശമുള്ളത് ഇലക്ട്രൽ കോളേജ് അംഗങ്ങൾക്കാണ് എന്ന് നമ്മൾ മുൻപത്തെ വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നല്ലോ. ലോകസഭയിലെ MP-മാരും രാജ്യസഭയിലെ MP-മാരും നോമിനേറ്റ് ചെയ്യപ്പെട്ട MP-മാർക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. രാജ്യസഭയിലെയും ലോകസഭയിലെയും മുഴുവൻ MP-മാരും മാത്രമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ കോളേജിൽ മെമ്പർമാരായുള്ളത്. അവരാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക. ഇതാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് രീതി. അപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞു. NDAയുടെ സ്ഥാനാർത്ഥി 2 ദിവസം മുൻപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. ഇത് വളരെ ആകാംക്ഷയോടെ ജനങ്ങൾ കാത്തിരുന്ന ഒരു വാർത്തയാണ്. കാരണം ആരാണ് NDAയുടെ സ്ഥാനാർത്ഥി, ആരാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്ന ചർച്ചകളായിരുന്നു ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. NDAയുടെ സ്ഥാനാർത്ഥിയുടെ ആര് എന്ന ചോദ്യത്തിന് 2 ദിവസം മുൻപ് അതിന് ഉത്തരം കിട്ടി. ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചും ധാരണയിലെത്തി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അതിന്റെ നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത്. മത്സരം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഈ നോമിനേഷൻ കൊടുക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇനി നടക്കാനുള്ളത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ടായിരിക്കും. തീർച്ചയായും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും വരെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം, നന്ദി, നമസ്കാരം. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു വിഷയവുമായി അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ നമസ്കാരം.